കൊയിലാണ്ടിയിൽ കൊല്ലപ്പെട്ട CPIM നേതാവ് PV സത്യനാഥിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. CPIM ജില്ലാ സെക്രട്ടറി P മോഹൻ അടക്കമുള്ള നേതാക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി. മൃതദേഹം വിലാപയാത്രയായി കൊയിലാണ്ടിയിലേക്ക് എത്തിക്കും. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? പോലീസ് ഇപ്പോൾ വ്യക്തിവൈരാഗ്യം എന്ന നിഗമനത്തിലേക്ക് എത്തുന്നു. അന്വേഷണത്തിന്റെ തുടർ നടപടികൾ, അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളൊക്കെ എങ്ങനെയാണ്? പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് രാഹുൽ? പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ഇപ്പോൾ കുടുംബവും പാർട്ടി നേതൃത്വവും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. നിലവിൽ മൃതദേഹം കൊയിലാണ്ടിയിലേക്ക് കൊണ്ടുപോവുകയാണ്. കൊയിലാണ്ടിയിലെ സത്യനാഥിന്റെ വീട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നിശ്ചയിച്ചിട്ടുള്ളത്. അതിനിടയിൽ വിവിധയിടങ്ങളിൽ പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാകും. വിലാപയാത്ര കടന്നുപോകുന്ന വിവിധയിടങ്ങളിൽ ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈകിട്ട് 8 മണിക്ക് സത്യനാഥിന്റെ കൊയിലാണ്ടിയിലെ വീട്ടിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനു മുമ്പ് വിലാപയാത്രയായി 2 മണിക്ക് വെങ്ങളത്തും, 2:15 തിരുവങ്ങൂര്, 2:30 പൂക്കാട്, 2:45 പൊയിൽക്കാവ്, 3 മണിക്ക് ചെങ്കോട്ടുകാവ് തുടങ്ങി വിവിധയിടങ്ങളിൽ പൊതുദർശനത്തിനുള്ള അവസരമുണ്ട്. അതോടൊപ്പം 3:15 മുതൽ 5 മണി വരെ കൊയിലാണ്ടിയിലെ സെൻട്രൽ LDFന്റെ ഓഫീസിലും പൊതുദർശന ചടങ്ങുകൾ ഉണ്ടായിരിക്കും. നഗരത്തിൽ പൊതുദർശന ചടങ്ങ് നടക്കുന്നത് കൊയിലാണ്ടി സെൻട്രൽ LC ഓഫീസിലാണ്. അതിനുശേഷം 5 മണിയോടുകൂടി സത്യനാഥന്റെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കും. തുടർന്ന് 3 മണിക്കൂർ 8 മണി വരെ പൊതുദർശന ചടങ്ങുകൾ വീട്ടിലായിരിക്കും നടക്കുക. തുടർന്ന് 8 മണിയോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തിട്ടുള്ള പ്രതിയെ ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നിലവിലെ നിഗമനമനുസരിച്ച് 7 വർഷം മുമ്പുള്ള വ്യക്തിവൈരാഗ്യമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനമുള്ളത്. സത്യനാഥൻ ക്ഷേത്രത്തിൽ എത്തുമെന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് മാരകായുധങ്ങളുമായി എത്തിയ ശേഷം കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട്. പ്രതി അഭിലാഷിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരും. അതേസമയം ഈ നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം, രോഷ ഒക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലല്ല നിലവിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഇതിന് സമീപമുള്ള മറ്റൊരു പോലീസ് സ്റ്റേഷനിലാണ് നിലവിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ചോദ്യം ചെയ്യലിനൊടുവിൽ മാത്രമായിരിക്കും ഈ കൊലപാതകം സംബന്ധിച്ച ഒരു വ്യക്തമായ ഒരു തീരുമാനത്തിലേക്ക് എത്തൂ എന്നാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇൻക്വസ്റ്റുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് റീജിത്ത്. അതിൽ സത്യനാഥന്റെ ശരീരത്തിൽ 5 ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായി. ഇതാണ് മരണത്തിലേക്ക് എത്തിച്ചതെന്ന ഒരു റിപ്പോർട്ട് കൂടി ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്താണെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നതോടെ ഇതിൽ കൂടുതൽ വ്യക്തത വരും. TK ശരി, രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട്.